ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇന്ന് ടുഡേ എനർജി വീഡിയോ ഇട്ടില്ല, കാരണം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ, അതുകൊണ്ട് വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്കിന്ന് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ലൈറ്റായിട്ടാണ്. ഇന്നലെ വരെ വളരെ ഹെവി എനർജി ആയിരുന്നു, ഇന്ന് ലൈറ്റ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ സിറ്റുവേഷൻസ് ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വളരെ ശാന്തമായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവിടെ ഒരിടത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരിടത്ത് നിങ്ങൾ ഈ രണ്ട് സിറ്റുവേഷനിൽ ഇവർ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. ഇവിടെ ഈ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരാളുടെ ഹൃദയം ഇവർ കാരണം വേദനിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നേരെയാണ് ഡിസിഷൻ എടുത്തത് എങ്കിൽ തേർഡ് പാർട്ടിക്ക് വിഷമാവും. ഇനി തേർഡ് പാർട്ടിക്ക് നേരെ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിഷമാവും. അങ്ങനെ ഇവിടെ എന്തായാലും ഒരാളുടെ ഹൃദയം ഇവർ മൂലം തകരുമെന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു ഉറപ്പുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി റിലീസിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോക്കൊണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷൻ എൻഡാകണമെന്നാണ്, സെപ്പറേഷൻ എൻഡാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇവർ മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് ഒന്നാകണമെന്ന്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫാമിലി ഇഷ്യൂ ആണ്. ഇവിടെ ഫാമിലി കാരണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ റീസോൾവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവർ വളരെയധികം സൈലൻറ്റ് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തിനാ അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ സൈലൻറ്റ് സോണിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങളുമായിട്ട് മാരേജ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്, ഇവരുടെ വിഷ് അതാണ്. അപ്പോൾ അതിനു വേണ്ടി സ്ട്രെങ്ത് ശേഖരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ പ്ലാൻ ചെയ്യുകയാണ് മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാനായിട്ട്. ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ആ ഒരു മെമ്മറീസിൽ മറന്നിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഫാമിലി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവർ അവസാനിപ്പിച്ച് ഫാമിലി പറയുന്ന ആളെ മാരേജ് ചെയ്യണം, ഫാമിലി പറയും പോലെ ഇവർ ജീവിക്കണമെന്നാണ്. പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതമാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുള്ളത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിട്ടുകളയുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഫാമിലി പറയുന്നത് പോലെ ഇവർ കേൾക്കുന്നുമില്ല. അപ്പോൾ തേർഡ് പാർട്ടിയുടെ എല്ലാ കാര്യത്തെയും ഇവർ റിജക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ നോയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവർ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. ഇവർ ട്രഡീഷണൽ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ട്രഡീഷണൽ മാരേജ് വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ളൊരു ട്രഡീഷണൽ മാരേജ് ഇവർക്ക് ഉണ്ടാവത്തില്ല, കാരണം വീട്ടുകാർ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ വീട്ടുകാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് ഇന്ന പോലെ ഇയാളെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം, അത് നിങ്ങൾ ട്രഡീഷണൽ വേയിൽ നടത്തണോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു രജിസ്റ്റർ മാരേജായിട്ട് നടത്തിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഞാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഇവർ അറിയിച്ചിട്ടുണ്ട് ഫാമിലിയോട്. ഈ ഫാമിലി എന്നിട്ടും സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്, വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ആളെ രജിസ്റ്റർ മാരേജ് ചെയ്യും എന്നുള്ള ആ ഒരു ഹോപ്പുണ്ട് ഇവർക്കുണ്ട്. ഇവിടെ ഇവരുടെ ഹാപ്പിനെസ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ന്യായം തരണമെന്നാണ്, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീട്ടുകാർ മാക്സിമം സമ്മതിച്ചില്ല എങ്കിൽ ഇവരുടെ ഇഷ്ടപ്രകാരം ഇവർ മുന്നോട്ട് പോകും. ഇവരുടെ ഇഷ്ടപ്രകാരം ഇവർ നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി, ഇപ്പോഴത്തെ കറണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈം പീരീഡിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം.
ഇവിടെ നിങ്ങളുടെ പേഴ്സണും തോന്നുന്നത് എപ്പോഴാണ് ഇവർ ശരിയായൊരു വഴിയിൽ കൂടെ പോകുന്നത് നിങ്ങളുടെ കാര്യത്തിൽ, അപ്പോൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു വഴിയും ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ മാത്രമാണ് ഇവരെ കൊണ്ട് സാധിക്കുക. അതായത് നിങ്ങൾക്കൊരു ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ തരാൻ മാത്രമേ ഇവർക്ക് കൊണ്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവർ ശരിയായ വഴിയിൽ കൂടെ പോകുകയാണ് എങ്കിൽ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാനും സാധിക്കും. ഇനി സെപ്പറേഷൻ ആണെങ്കിൽ ഒന്നാവാനും സാധിക്കും. പക്ഷേ ഇവരുടെ മനസ്സിലിപ്പോൾ ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞു, ഇനി എനിക്കിങ്ങനെ മോശം വഴിയിൽ കൂടെ പോവാൻ പറ്റത്തില്ല, എനിക്ക് ശരിയായ വഴി തിരഞ്ഞെടുത്ത് പോയേ പറ്റൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് വേണമെന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വളരെയധികം ടെൻഷനും എങ്സൈറ്റിയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശരിയായൊരു വഴിയിൽ കൂടെയല്ല ഇവർ പോകുന്നത് എന്നിവർക്കൊരു തോന്നൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുത്താൽ മാത്രമേ നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ആലോചിച്ച് ഇവർ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. കൂടാതെ തേർഡ് പാർട്ടി കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു പേടിയും ഇവർക്കുണ്ട്. ഇവിടെ ഇവർ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ, ഇവർ അനുഭവിക്കുന്ന വിഷമം എന്താണോ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവർക്കറിയാം നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന്. ഇവരുടെ അതേ അവസ്ഥയിലായിരിക്കും നിങ്ങളും ഇപ്പോൾ. പക്ഷേ ഇവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. അതായത് നിങ്ങൾ എത്ര താമസിച്ച് നിങ്ങളോട് ഇവരുടെ വിഷമങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഇവരെ മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട്. കാരണം നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹം ഇവരോടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാലും നിങ്ങൾ പഴയ ആ ഒരു സ്നേഹം ഇവരോട് കാണിക്കും. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ആരും വിചാരിച്ചാലും നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം തകർക്കുവാൻ സാധിക്കുകയില്ല. അതിപ്പോൾ ഫാമിലി മാറ്റർ ആയിരിക്കാം, ഫിനാൻഷ്യൽ മാറ്റർ ആയിരിക്കാം, എന്തും ആവാം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇവിടെ ഇവർക്കറിയാം നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. ബാക്കി സിറ്റുവേഷൻസ് എല്ലാം ടെമ്പററി ആണ്. അത് കുറച്ച് സമയത്തേക്ക് നമ്മളെ വിഷമിപ്പിച്ചിട്ട് അത് വന്ന വഴിയെ പോകും എന്നുള്ള കാര്യം ഇവർക്കറിയാം. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, അവർക്ക് ടെൻഷനുണ്ട്, എങ്സൈറ്റി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ സിറ്റുവേഷൻസിനെ എല്ലാം നേരെയാക്കണം, ഇതിനെല്ലാം മാറ്റണം, എൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരണം, ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട് ഈ സമയം. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, നിങ്ങളുടെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുള്ള തോന്നൽ വന്നു, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നൽ വന്നു. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ മാരേജ് വേറൊരാളുമായിട്ട് ചെയ്യാൻ ഫാമിലി ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ സിംഗിളാണ് എങ്കിൽ ഇവർക്ക് വേണ്ടി ബന്ധം വേറെ നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഔട്ട് ഓഫ് സിറ്റി, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാരെ മാരേജ് ചെയ്ത് നിങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണെ ദൂരെ മാറ്റാനാണ് ഫാമിലി നോക്കുന്നത്. ഇവിടെ ഔട്ട് ഓഫ് കൺട്രിയിൽ നിങ്ങളുടെ പേഴ്സണെ വിടാനും ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഉറച്ചു നിൽക്കുകയാണ്, എനിക്ക് ഇയാളെയാണ് ഇഷ്ടം, ഞാൻ അവരെ മാത്രമേ മാരേജ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകണമെന്ന്, അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആവണമെന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. അവരുടെ വിഷ് പോലും അതാണ്. അപ്പോൾ വരാൻ പോകുന്ന 40 അവേഴ്സിൽ ഈ ഒരു എനർജിയിലായിരിക്കും കാണാൻ സാധിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ ഇതാണ്. കാരണം ഭയങ്കരമായിട്ട് ഇവർ ടോർച്ചർ ചെയ്യുന്നു വീട്ടുകാർ ആ മാരേജ് ചെയ്യാൻ വേണ്ടി. ഇവർ സമ്മതിക്കുന്നില്ല, എനിക്ക് ഇന്ന ആളെ മാരേജ് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം ഈ ഫാമിലിയെക്കുറിച്ച് നിങ്ങളോട് പറയുകയും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയും, നിങ്ങൾ എങ്ങനെ എന്നോട് സംസാരിക്കുന്ന, ഫാമിലി വേറൊരാളെ മാരേജ് ചെയ്യാൻ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയത്തില്ല ഞാൻ നിങ്ങളെയാണ് കാത്തിരിക്കുന്നത്, നിങ്ങളെ മാരേജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവരോട് തുറന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഈ ഒരു കാര്യം ഇവർ പറയുമ്പോൾ നിങ്ങൾക്കതൊട്ടും ദഹിക്കത്തില്ല. നിങ്ങളപ്പോൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ സ്പൗസ് ഇവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവർ ഡൈവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇവർ ഡിവോഴ്സ് ചെയ്താലല്ലേ നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തേർഡ് പാർട്ടി, അതായത് സ്പൗസിന് മനസ്സിലായി നിങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന്. അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. ടോർച്ചർ ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ജീവിത അവസാനം മുഴുവനും ഞാൻ ഈ ഒരു ബന്ധം സഹിക്കണമോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒത്തിരി ബ്ലോക്കേജസ് ഉണ്ട്. ആ ഒരു ബ്ലോക്കേജസ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ബ്ലോക്കേജസ് എന്താണോ അത് ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയും കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളെ മാരേജ് ചെയ്യുകയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പേടിയായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കത്തില്ല, നിങ്ങളോട് സംസാരിക്കത്തില്ല, എക്സ്പ്രസ് ചെയ്യത്തില്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ ഇരുത്തും. ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ആയാലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരും. പിന്നെ സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഇവർ നിങ്ങളുമായിട്ട് മാരേജ് ആയാൽ പോലും കൺസീവ് ആവാൻ പാടായിരിക്കും, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പാടായിരിക്കും. നിങ്ങളുടെ ബ്ലോക്കേജസ് എന്താണോ നിങ്ങൾ ഹീൽ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓരോ ചക്രാസ് ഹീൽ ചെയ്യാനുള്ള മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ റീഡിംഗ്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ റീഡിംഗ് നോക്കാം. ഇവിടെ ആരൊക്കെയാണോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളത് അവർക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ കരിയറിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അതായത് ചില സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയില്ല. നിങ്ങൾ അങ്ങോട്ട് കോളോ മെസ്സേജോ ചെയ്യുമ്പോൾ ഇവർ ചുമ്മാ ഇഗ്നോർ ചെയ്യുന്നു നിങ്ങൾ. പിന്നെ രാത്രിയാകുമ്പോൾ മെസ്സേജ് ഇങ്ങോട്ട് തരും. ഒറ്റൊരു പ്രാവശ്യം നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നിട്ട് വീണ്ടും ഇവർ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 5 ദിവസം വരെ ചിലപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ചുമ്മാ ഞാൻ മാത്രം എന്തിനാ അങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എഫേർട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്യുന്നത് നിർത്തും. പിന്നെ നിങ്ങളും അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. ഇല്ല എങ്കിൽ അവരോട് വഴക്കിടാൻ തുടങ്ങും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യും. അപ്പോൾ അവർ ഡിസ്കണക്റ്റ് ആവും പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ബാഡ് എഫക്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾ വരും. അതായത് എൻ്റെ പേഴ്സൺ എന്നെ മറന്നു, അവർക്കിനി വേറെ ആരെങ്കിലുമായിട്ട് സ്നേഹമായോ, അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്, ആ ഒരു എനർജിയിൽ നിങ്ങൾ വരാൻ പോകുന്ന സമയം വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എക്സ്പെഷ്യലി വരാൻ പോകുന്ന 26 hours. ഇവരുടെ എനർജിയിൽ ഒരു ഇഗ്നോർ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ നിങ്ങൾ ഇവരോട് സംസാരിച്ച വാക്കുകൾ ഇപ്പോൾ ഇവരുടെ മനസ്സിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്നത് കാരണമാണ് ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാകും, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് മറന്നിട്ടില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ. അത് കാരണം ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കാൻ നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു എനർജിയിൽ വന്നതിന് ശേഷം ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ഒരു ദേഷ്യം കലർന്ന ഭാവം, നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ള തോന്നൽ, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതായത് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, അങ്ങനെയൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവരിങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് വിഷമമാകും, എൻ്റെ പേഴ്സൺ എന്നെ ഇഗ്നോർ ചെയ്യുകയാണല്ലോ, എന്നെ വേണ്ടാന്ന് പറയണല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യും, വഴക്കിടും ഇവരോട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടുതൽ ഡിസ്റ്റൻസ് ആവും. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനൊന്നും റിയാക്ട് ചെയ്യാൻ പോകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. അവർ എന്ത് പെരുമാറിയാലും നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോകരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വെറും ഒരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പിന്നെ അത് വന്ന വഴിയേ പോകും. അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ബാലൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, അങ്ങനെ വഴക്കുണ്ടാക്കാൻ തോന്നും അങ്ങനെ. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീലാക്കാനുള്ള ശരിയായ ടൈമാണ് ഇത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് ഹീലാക്കാനുള്ള ടൈം നല്ലതാണിത്.
ഇവിടെ നിങ്ങളുടെ രണ്ടുപേരും ടെസ്റ്റിംഗ് പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണ് എങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടേണ്ട അവസ്ഥ വരെ വരുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ മൂന്നാമതൊരാളുടെ ഒരു ഇതിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവേണ്ട അവസ്ഥ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയാതെ ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്. അങ്ങനെ വഴക്കിടാൻ പോയാൽ സ്ട്രെസ് ടിഷ്യൂ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാതെ ഒരു വഴക്കും ചെയ്യാൻ പോലും നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.